മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് ലൈറ്റി മരിയ. ഇതെൻ്റെ ഹസ്ബൻഡ് ഷെൽട്ടൻ ടി എ. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ ഏലൂർ സെയിൻറ്റ് ആൻ്റണീസ് ഇടവക അംഗങ്ങളാണ്. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തത്. അതിന് പ്രകാരം കഴിഞ്ഞ മെയ് 1-ാം തീയതി 2026 മെയ് 1-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി എടുത്തിരുന്നു. 6 കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് എനിക്ക് എല്ലാ ആവശ്യങ്ങളും കിട്ടിയില്ല. എങ്കിലും മാതാവിൻ്റെ അടുത്ത് ഏത് അസാധ്യമായ കാര്യവും സാധ്യമാകും എന്ന് അവിടെ നിന്ന് സിസ്റ്റർ പറഞ്ഞപ്പോൾ എഴുതാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എനിക്കൊരു ജോലി കിട്ടുക എന്നുള്ളത്. ഞാൻ 2006 BEd പാസ് ഔട്ടായതാണ്. അന്ന് മുതൽ ഞാൻ കഴിഞ്ഞ ജൂൺ 31 വരെ പ്രൈവറ്റ് സ്കൂളുകളിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മാതാവിനോടുള്ള ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സേവനങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. ഈശോ എനിക്ക് അത്ര ഇഷ്ടമാണ്. ഈശോയോടും മാതാവിനോടും എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും എന്ന് എനിക്കറിയാമായിരുന്നു. അതിനു മുമ്പ് എനിക്കൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. നമ്മുടെ വീടുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മാതാവിനോട് എപ്പോൾ പ്രാർത്ഥിച്ചാലും മാതാവ് നമുക്ക് അനുഗ്രഹം ചെയ്തു തരും എന്നുള്ളത്. പക്ഷേ ഇതെൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ശരിക്കും പ്രാർത്ഥനയുടെ രീതികൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നതും. 2026 മെയ് 1-നാണ് ഞാൻ ഉടമ്പടി എടുത്തിരുന്നത്. അതുപോലെ തന്നെ ജൂൺ ആയപ്പോഴേക്കും ആദ്യ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നത് എനിക്കൊരു ജോലി വേണമെന്നായിരുന്നു. ജൂൺ മാസത്തിൽ ഞാൻ ആദ്യം സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പ്രിൻസിപ്പളിൻ്റെ അവിടെ നിന്നാണ് സിസ്റ്റർ എന്നോട് പറഞ്ഞു, അവിടെ ഒരു എയ്ഡഡ് സ്കൂൾ വേക്കൻസി ഉണ്ട്, ലൈറ്റി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് കേട്ട സമയം തന്നെ ഞാൻ ആപ്ലിക്കേഷൻ അയക്കുകയും മാതാവിൻ്റെ കാശ് രൂപ ഉപയോഗിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ 7-ാം തീയതി 7 എന്ന നമ്പറാണ് മാതാവ് എനിക്ക് എപ്പോഴും കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. ജൂലൈ 3-ാം തീയതി അവിടെ ഡെമോൺസ്ട്രേഷൻ, ഇൻ്റർവ്യൂ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാം ഉണ്ടായിരുന്നു. 5-ാം തീയതി രാവിലെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുറി മുഴുവൻ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു. സുഗന്ധാഭിഷേകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഒരു സുഗന്ധം കേട്ടിരുന്നില്ല. 5-ാം തീയതി കഴിഞ്ഞ് 6-ാം തീയതി ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 7-ാം തീയതിയാണ് എൻ്റെ കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടന്നത്. അന്ന് തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സ്കൂളിൽ നിന്ന് കോൾ വരികയും 7-ാം തീയതി തന്നെ മാതാവ് എനിക്ക് ജോലി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. എൻ്റെ വയസ്സ് 43 ആവാൻ ഒക്ടോബർ 13-ാം തീയതിയാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എനിക്കിനി നിസ്സാര മാസങ്ങൾ മാത്രമുള്ള സമയത്താണ് മാതാവ് എനിക്ക് അത്ഭുതം എന്ന രീതിയിൽ ഞാൻ എൻ്റെ പാരൻസിനോടൊക്കെ പറയായിരുന്നു, മാം എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത്ഭുതമായിരിക്കുമെന്ന്. ആ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ മാതാവാണ് എനിക്ക് തന്നത്. ഇപ്പോൾ എനിക്ക് 42 വയസ്സായി. ഈ ഒക്ടോബർ 13-ാം തീയതി വരുമ്പോഴും എനിക്ക് 43 വയസ്സാവും. അതിനുള്ളിൽ മാതാവ് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എൻ്റെ വീട്ടിൽ നിന്നും വെറും 10 മിനിറ്റ് ദൂരം മാത്രമാണ് ആ സ്കൂളിലേക്കുള്ളത്. വളരെ അടുത്ത് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ മാതാവ് എനിക്ക് നല്ലൊരു ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുകൂടാതെ ഇതെൻ്റെ ഭർത്താവാണ്. അദ്ദേഹം അലൂമിനിയം ബിസിനസ് ചെയ്യുന്ന ആളാണ്. അലൂമിനിയം ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വർഷങ്ങളായി, ഞങ്ങൾക്ക് 2-3 വർഷമായി ഞങ്ങളുടെ ബിസിനസ് ഫ്ലോപ്പായി നിൽക്കുകയായിരുന്നു. പല രീതിയിൽ തടസ്സങ്ങളായിരുന്നു. മാതാവിൻ്റെ ഉടമ്പടിയിൽ 2ാമത്തെ ആവശ്യം ഞങ്ങളുടെ ബിസിനസ് വിജയകരമായി മുന്നോട്ട് പോകണമെന്നായിരുന്നു. അദ്ദേഹവും എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 7 എന്ന നമ്പർ മാതാവ് എപ്പോഴും ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ദിവസം പ്രാർത്ഥന ഒന്നും മുടക്കാറില്ല. പറ്റാവുന്ന കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യാറുണ്ട്. ഞാൻ ആരെ കണ്ടാലും എൻ്റെ ജീവിതത്തിൽ നടന്ന എൻ്റെ അനുഭവങ്ങൾ തന്നെയായിരുന്നു അവരോട് സാക്ഷ്യങ്ങളായിട്ട് പറയാറുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നലെ 7-ാം തീയതി ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ മെറ്റീരിയൽ അവിടെ നിന്ന് ഡെലിവറി ആയി. അപ്പോൾ ഇന്ന് തന്നെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജോയിൻ ചെയ്തത് 7-ാം തീയതിയാണ്. ജൂലൈ 7-ാം തീയതിയാണ് മാതാവ് എനിക്ക് ജോലി തന്നത്. ഇന്നലെ ഞങ്ങളുടെ മെറ്റീരിയൽ ഡെലിവറി ആയതും 7-ാം തീയതിയാണ്. ഇന്നലെ രാവിലെ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എനിക്ക് സ്വപ്നത്തിൽ മാതാവിനെ ഗ്രേ കളർ സാരി കൊടുത്ത് മാതാവ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഇന്നലെ രാവിലെ മാതാവിനെ പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പ് സ്വപ്നത്തിൽ മാതാവ് ഗ്രേ കളർ സാരി കൊടുത്ത് വന്ന് എൻ്റെ കയ്യിൽ ഇരുകൈ നീട്ടി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. മാതാവ് തന്ന അനുഗ്രഹത്തിനും